പോളിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ കോൺഗ്രസും രംഗത്ത്. വിഷയത്തിൽ ഒരുമിച്ച് ശബ്ദമുയർത്തണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് കത്തയച്ചു. പോളിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസവും കണക്കുകളിൽ പൊരുത്തക്കേടും ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന് 11 ദിവസത്തിന് ശേഷവും രണ്ടാം ഘട്ട പോളിംഗ് ശതമാനം 4 ദിവസത്തിന് ശേഷവുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഇത്തരത്തിൽ കാലതാമസവും കണക്കുകളിൽ പൊരുത്തക്കേടുകളും ചൂണ്ടിക്കാട്ടി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് സമാന വിഷയത്തിൽ ഏകശബ്ദമായി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യം അറിയിച്ച് ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് കത്തയച്ചു. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, നമ്മുടെ ജനാധിപത്യവും ഭരണഘടനയും നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി ശബ്ദമുയർത്തേണ്ടത് നമ്മുടെ കൂട്ടായ കടമയാണെന്നും ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പോളിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസവും കണക്കുകളിൽ പൊരുത്തക്കേടുകളും തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത സംബന്ധിച്ച് സംശയങ്ങൾ ഉയർത്തുകയാണെന്നും കോൺഗ്രസ് ആശങ്ക പ്രകടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 66.14%, രണ്ടാം ഘട്ടത്തിൽ 66.71% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. BJP ഏറ്റവും അധികം നേട്ടം പ്രതീക്ഷിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ഇടിവാണ് പോളിംഗ് ശതമാനത്തിലുണ്ടായത്. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ BJPയുടെ വർഗീയ പ്രചാരണങ്ങൾക്ക് കഴിയുന്നില്ലെന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ പോളിംഗ് ശതമാനം വൈകിപ്പിക്കുന്ന നടപടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആരോപണം. കൈരളി ന്യൂസ്, ദില്ലി.